ഇതാണ് കുറ്റിയമര. അപ്പൊ കുറ്റിയമര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കും പിന്നെ ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ ഒരു അമരയാണ്. നമ്മ അമരപ്പയറൊക്കെ കടയിൽ നിന്ന് മേടിക്കൂല കണ്ട, ആ അമരയാണ്. അപ്പൊ നമുക്കിത് കുറ്റിയായിട്ട് വളർത്താൻ പറ്റിയാണ് കണ്ട. ഇത് ഇഷ്ടം പോലെ ഇതേപോലെ കായ്ക്കും കണ്ട. അപ്പം ഇതാണ് നമുക്ക് കറി വെക്കാൻ എടുക്കണത്. ഇതിന്റെ ഉണങ്ങിയ വിത്തുകളാണ് ഈ കാണുന്നത്. അപ്പൊ ഈ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഞാനിപ്പോ നട്ടേക്കണേന്ന് വെച്ചാൽ ഗ്രോ ബാഗിൽ നട്ടേക്കണേണ്. ഇതിപ്പോ 1.5 മാസമായി ഇതിന്ന് നമ്മ വിളവെടുത്തോണ്ടിരിക്കണത്. ഇതിങ്ങനെ ഇഷ്ടം പോലെ കായ്ച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മിപ്പോ ഒരു 5 ബാഗിലൊക്കെ നടുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുറ്റിയമര നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതേപോലെ ഉണങ്ങിയ വിത്ത് നമ്മ ഇടുകയാണെങ്കിൽ നമ്മ അടുത്ത വർഷത്തേക്കുള്ള വിത്ത് നമുക്ക് ഇതിന്ന് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് ഇതിന്റെ വിത്ത് തന്നെ എടുത്ത് പാകി മുളപ്പിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. അപ്പൊ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ കൃഷി ചെയ്യേണ്ടത്. വിത്ത് നമ്മിപ്പോ എവിടെയാണോ നമ്മ കുറ്റിയമര നടാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ബാഗിലാണെങ്കിൽ നമ്മ ആ ബാഗിൽ അടിവളം ഇട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കുമ്മായൊക്കെ ഇട്ടിട്ട് പിന്നെ മണ്ണൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മ വിത്ത് തലേ ദിവസം രാത്രി നമ്മ കഞ്ഞിവെള്ളത്തിൽ ഇട്ടൊക്കെ വിത്ത്, എന്നിട്ട് ആ വിത്ത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് നട്ടുകൊടുക്കാം. നേരിട്ട് പാകി മുളപ്പിച്ചാൽ മതി. ഒരു 40 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റിയതാണ് കേട്ടോ കുറ്റിയമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്കൊരു 5 ഗ്രോ ബാഗിൽ ഇതേപോലെ നട്ടു കൊടുത്തതിന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കായ പറിച്ചെടുക്കാം. നമുക്ക് പടർത്താനായിട്ട് പന്തലൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മ അമര പടർത്തണമെങ്കിൽ ഒരുപാട് സ്ഥലം വേണം. സ്ഥലമുള്ളവർക്കാണ് ഈ വള്ളിയമരയൊക്കെ പടർത്താൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കും നമുക്ക് ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്ക് ഒരു 5 ബാഗിൽ കുറ്റിയമര പടർത്തുകയാണെങ്കിൽ വളർത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള അമരക്ക നമുക്ക് പറിച്ചെടുക്കാം. പിന്നെ കണ്ട നമുക്കൊരു കുറ്റിയായിട്ടാണ് ഇത് നിൽക്കുള്ളൂ. ഇതിൽ നിന്ന് ഇങ്ങനെ ബ്രാഞ്ചസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കണ്ട. പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് ആ ബ്രാഞ്ചസിലൊക്കെ തന്നെ പൂവും കായും ഒക്കെയാണ് കണ്ട. പൂക്കൾ കണ്ടില്ല, നല്ല വെള്ള നിറത്തിലുള്ള പൂക്കളാണ്. എല്ലാ പൂക്കളിൽ നിന്നും തന്നെ നമുക്ക് കായ ഉണ്ടായി കിട്ടും കണ്ട. ഇതിന്റെ മുട്ടുകളാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് ഇത്ര എളുപ്പത്തിൽ വളർത്താൻ പറ്റിയത് കൊണ്ട് തന്നെ കുറ്റിയമര എല്ലാവരും വളർത്തണ ഒരു ചെടിയാണ് കേട്ടോ. നമുക്ക് ഈ സീസണിലാണ് കൂടുതലായിട്ട് കുറ്റിയമര കിട്ടണം. പിന്നെ കുറ്റിയമരക്ക് അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. നമ്മൾ മഴക്കാലത്ത് ഇപ്പൊ നടയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ അമരക്കായ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേപ്പെണ്ണയില്ല, വേപ്പെണ്ണയും സോപ്പ് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 ആഴ്ചയിൽ ഒരിക്കലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ സ്യൂഡോമോണസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കൊരു 15 ദിവസത്തിൽ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. പിന്നെ ചാഴിയുടെ ശല്യമൊക്കെ ഉണ്ടാവും കേട്ടോ. നീരൂറ്റി കുടിക്കണ പ്രാണികളുടെ ശല്യമാണ് അധികമായിട്ട് ഈ കുറ്റിയമരക്കും പയർവർഗ്ഗങ്ങൾക്കൊക്കെ വന്നത്. അപ്പം നമ്മൾ ഫിഷ് അമിനോ ഇല്ലേ, ഫിഷ് അമിനോ ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. തടത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. പിന്നെ നമുക്ക് സ്ലറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുക. കഞ്ഞിവെള്ളം നേർപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക. മീൻ കഴുകണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ വീട്ടിൽ അടുക്കള വേസ്റ്റ് തന്നെ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറ്റിയമര കൃഷി ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. തൈകളും ഇപ്പൊ ചില നഴ്സറികളിൽ നിന്ന് നമുക്ക് തൈകളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ കുറ്റിയമരയുടേതൊക്കെ. അപ്പൊ ആ തൈകളും വിത്തുകളൊക്കെ ഒരു പ്രാവശ്യം മേടിച്ചാൽ പിന്നെ നിങ്ങൾ ഇതേപോലെ വിത്തുകളൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാട്ടെ. വിത്തുകളൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ആവശ്യത്തിന് മാത്രം എടുത്ത് പാകി മുളപ്പിക്കുക. അപ്പം നമുക്ക് പിന്നീട് ഒരിക്കലും തന്നെ വിത്തുകളൊന്നും മേടിക്കേണ്ടി വരില്ല. അപ്പം എല്ലാവരും കുറ്റിയമരയുടെ വിത്തോ തൈകളോ ഒക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.